ഹലോ, വെൽക്കം ടു ഹോം ആൻഡ് ജേർണി. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഒന്നോർത്തു ജസ്റ്റ് എന്നാൽ പുറത്തൊക്കെ പോയി കറങ്ങാം എന്നോർത്ത് ഇറങ്ങിയതാ. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ നമ്മൾ പോയത് ഇവിടെ അടുത്ത് നീൽഗിരീസ് എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ കുസീനിലോട്ടായിരുന്നു. ബുഫേ വേണ്ടവർക്ക് ബുഫേ ഉണ്ട്, $24 പെർ ഹെഡ്. ബട്ട് നമ്മളെപ്പോഴും ഇവിടുന്ന് ദോശ വാങ്ങാറ്. സോ ദോശ വാങ്ങി കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു 35 മിനിറ്റ്സോളം ഡ്രൈവ് ചെയ്ത് ഇവിടെ അടുത്ത് തന്നെ വിറ്റ്ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ റെപ്റ്റീലിയയിൽ കയറാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. കുറേ നാളായിട്ട് ഓർക്കണമായിരുന്നു ഇവിടെ ഒന്ന് വരണം, റെപ്റ്റൈൽസൊക്കെ അകത്തുള്ളതിനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ വന്നു. അപ്പം എൻട്രി ഫീസ് എന്ന് പറയുന്നത് പെർ ഹെഡ് $20 അത്യാവശ്യം ഒരു എല്ലാം കണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു 2 hours വർത്താണ്. എല്ലാത്തിനെയും കാണാം. അതേപോലെ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. പിന്നെ ഇതൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒരു ദിവസം അവരെ കൊണ്ടുവരുന്നതൊക്കെ. ഇപ്പം നമ്മൾ ചെന്നപ്പോഴായാലും ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ഓരോന്നിനെയും കാണാം, അതിനെക്കുറിച്ച് അവിടെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചൊക്കെപ്പാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇതുങ്ങളെ എടുത്ത് ഫോട്ടോയും എടുക്കാം, ഇതുങ്ങൾക്ക് ഫുഡും കൊടുക്കാം. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് എക്സ്ട്രാ ചാർജുണ്ട്. ചെറുതിനെയാണ് നമ്മൾ എടുക്കണമെങ്കിൽ $15, വലുതാണെങ്കിൽ അതിന് $20 ആണ്. ബട്ട് ഫീഡ് ചെയ്യിപ്പിക്കുന്നതിന് ചാർജൊന്നുമില്ല. ജസ്റ്റ് അത് ഫ്രീ ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം. നമ്മൾ പേ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കും ഇതിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണോ എന്നൊക്കെ ചോദിക്കും അവർ. അപ്പോൾ അതനുസരിച്ച് നമുക്കകത്ത് കയറാം. എനിക്കിവിടുന്ന് ഈ കളർഫുള്ളായിട്ടുള്ള കുറച്ച് പാമ്പുകളെ ഇഷ്ടപ്പെട്ടു. അതായത് ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, അങ്ങനത്തെയൊക്കെ ഷെയ്ഡ് പാമ്പുകളെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗി തോന്നിയായിരുന്നു കേട്ടോ. ബട്ട് ഒത്തിരി നേരം ഇതിനെ നോക്കി നിൽക്കുമ്പം ഈ ഹാരി പോട്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അതിനകത്ത് ഒരു സീനുണ്ട്, ഗ്ലാസ് റിമൂവായിട്ട് ആ പാമ്പ് ഇറങ്ങിപ്പോണം. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പം ഇതൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നു. ചെറിയൊരു പേടിയും ഉൾപ്പേടി ഇങ്ങനെ തട്ടി തുടങ്ങി. നമ്മളിതിനെ മാത്രമല്ല കുറേ നേരമായിട്ട് കാണുന്ന കുറേ ടൈപ്പ് ഓഫ് പാമ്പുകളെയൊക്കെ കണ്ട് അങ്ങനെ ഇതേ കിടക്കുന്നു. ഇത് അന്നാക്കൊണ്ടയാണ് കണ്ടോ ഈ കിടക്കണയൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ഇതിനെല്ലാം കണ്ട് നമ്മൾക്ക് നടന്ന് കുറച്ച് കഴിയുമ്പോൾ കാണാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ മീൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ള. അതിനെ കണ്ടു കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങണത് അവിടുത്തെ പ്ലേ സോണിലോട്ടാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്ക് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആട്ടോ. പിന്നെ ഈ കാണുന്ന ഈ പാമ്പിനെ കണ്ടോ, നമ്മൾ അകത്ത് ഇത്രയും നേരം ജീവനുള്ളതിനെ കണ്ടപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി ഇതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. ഇതിന് ജീവനുള്ള പോലെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലോട്ടങ്ങ് തട്ടി അങ്ങനെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതിനെയൊക്കെ കാണാൻ പറ്റി അങ്ങനെ. പിന്നെ നമ്മൾ ഈ ഷോപ്പ് ഇത് അതേപോലെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. നമ്മൾ ഇറങ്ങി പുറത്തോട്ട് പോകുന്നിടത്താണ് ഇതെല്ലാം. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കാൻ നോക്കി, ബട്ട് എനിക്കത് വെർത്തായിട്ട് തോന്നില്ല, കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. ബട്ട് നമ്മളെല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് നോക്കി എന്തിനെ മേടിക്കാമെന്നങ്ങനെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ കാണുന്നത് ഈ കുഞ്ഞിനെ കണ്ടത്. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഈ കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പുറത്തോട്ട് പോകുന്ന സ്ഥലത്തെത്തിയപ്പോൾ കാണാം അവിടെ ഒരു 2 ബോക്സിൽ ഇങ്ങനെ അഡോപ്റ്റ് മീ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഐറ്റത്തിനെയും അതുപോലെ തന്നെ ഒരു ബിയേർഡഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഐറ്റത്തിനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇഷ്ടപ്പെടുന്നവർക്കും ആവശ്യക്കാർക്കും ഇത് 2 ഏതെങ്കിലും ഒന്നിനെ മേടിച്ചുകൊണ്ട് പോകാം എന്ന്. നമുക്കറിയില്ല എത്ര രൂപയാണെന്നോ അങ്ങനത്തെ ഒന്നും നമുക്കറിയില്ല. നമ്മളത് ചോദിച്ചതുമില്ല. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത ചെറിയൊരു റൈഡ് നടത്തി. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരം ചായക്കടയായ ടിം ഹോർട്ടൻസിലൊന്ന് നിർത്തിയായിരുന്നു. ഇതൊരു ടൗൺ ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ടിം ഹോർട്ടൻസിൽ അത്യാവശ്യം ഡ്രൈവ് ത്രൂവിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ടേൺ വന്നു, നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം പ്രത്യേകിച്ച് ഒരുപാട് ഐറ്റം ഒന്നും ഓർഡർ ചെയ്തില്ല. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ടിംബിറ്റ്സും വാങ്ങി. അതുപോലെ തന്നെ സ്ഥിരം മേടിക്കാറുള്ള സ്റ്റീപ്പ് ടീ എന്ന് പറയുന്ന ഒരു ചായ വാങ്ങിയത്. ഈ സ്റ്റീപ്പ് ടീ കുറച്ചും കൂടെയൊക്കെ കുടിക്കാൻ നാട്ടിലെ ചായയിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി എങ്കിലും ഉണ്ട്, ഒരു ചെറിയ സിമിലാരിറ്റി. ബാക്കിയുള്ളതൊന്നും ഒട്ടും പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പുറത്ത് വന്നാൽ പിന്നെ ഇവിടെ അടുത്ത് മോളുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് ഇവിടെ യോക്ക്ഡെയിൽ എന്ന് പറയുന്ന ഒരു മോളിലോട്ടായിരുന്നു. അവിടെ ചെന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, ഒന്നും മേടിക്കാനില്ല ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഓരോ കടയിൽ കയറുക, ഐറ്റംസ് എല്ലാം ഒന്ന് നോക്കുക, കാണുക,
പോവുക. അതായിരുന്നു ആ ഒരൊറ്റ ഉദ്ദേശത്തോടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തടത്തും കയറി ഓരോന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ഹഡ്സൺസ് ബേയിൽ കയറിയപ്പോഴായിരുന്നു ആ കണ്ട ബൈക്കും പിന്നെ അവിടുത്തെ ഈ ഒരു പെർഫ്യൂമിൻ്റെ സൈഡിലെത്തിയപ്പം അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ ഇപ്പോൾ ഈ ചൈനീസ് ന്യൂ ഇയർ നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ മോളി ഇങ്ങനെ ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് യോക്ക്ഡേൽ മോളിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ പോണത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ പ്രീമിയം ലക്ഷറി ബ്രാൻഡും അതുപോലെ തന്നെ വേറൊരു സൈഡിൽ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റണ H&M, ഓൾഡ് നേവി അങ്ങനത്തെ ബ്രാൻഡും ഒക്കെ ഉണ്ടായി. അപ്പം ഇതെല്ലാം ഇങ്ങനെ കണ്ട് നമ്മൾ ഒരു കുറച്ച് നേരം ആ മോളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ അവിടെ നിന്ന് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്നാൽ തിരിച്ചു പോകാം എന്നൊരു രീതിയിൽ നേരെ ഇറങ്ങി. അങ്ങനെ ഡിന്നർ കഴിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വിട്ടത് ഒരു കേരള ഷോപ്പിലോട്ടായിരുന്നു, റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു. കേരള റെസ്റ്റോറൻറ്റ്. അപ്പം തറവാട്ടിലോട്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ സ്ഥിരം മേടിക്കാറുള്ളത് പോലെ നമ്മൾ ഫുഡ് വാങ്ങി, ചോറും കറിയും പിന്നെ കപ്പ ബിരിയാണിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ബൈ.